അവിടെ തടവിയ ആ എന്താ വസ്തുവെങ്കിൽ അതുകൊണ്ട് അവിടെയൊക്കെ തടവി നനച്ചിട്ട് അത് ആ വെള്ളം നമ്മൾ ഇതിൽ മുക്കുക, ഏതില് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഇതാണ് ഗുസ്ല്. ഇതാണ് ഗുസ്ല്. എന്നിട്ട് ഈ വെള്ളം ചെയ്യാ, ഈ വെള്ളമാണ് രോഗിയുടെ തലയിൽ കൂടെ ഒഴിക്കുക. എങ്ങനെ? ഈ വെള്ളം രോഗിയുടെ തലയിലൂടെ ഒഴിക്കണം. എങ്ങനെയാണ്? രോഗം സുഖമാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. രോഗിയുടെ തലയിലൂടെ ഒഴിക്കണം. ഏത് ഭാഗത്തുകൂടെ ഒഴിക്കേണ്ടത്? പിൻഭാഗത്തുകൂടെ. മൂപ്പരെന്നെ പറയട്ടെ. മുന്നിന്ന് ഒഴിക്കാൻ പറ്റൂല, പിന്നിന്നേ പറ്റുള്ളൂ. പിന്നിന്ന് പറഞ്ഞാൽ പിന്നിന്ന് തന്നെ ഒഴിക്കാൻ പറ്റുള്ളൂ, മുന്നിന്ന് ഒഴിക്കാൻ പറ്റൂല. അപ്പൊ എന്താ കാരണം? ഈ സ്ഥലമൊക്കെ മുക്കി ഞെക്കിയ വെള്ളമല്ലപ്പത്. മുന്നിൽ കൂടെ ഒഴിച്ചുമ്പോ നാറിയിട്ട് ആ കുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിലോ. അപ്പൊ നിങ്ങൾ മുന്നിൽ കൂടെ ഒഴിക്കാൻ പറ്റില്ല, പിന്നെ കൂടെ ഒഴിച്ചോടി. തൗഹീദിന്റെ നവോത്ഥാനത്തിന്റെ കോലാണ് ഈ കേൾക്കുന്നത്. നവോത്ഥാനത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുക മുജാഹിദ്. ഇയാളുടെ മുജാഹിദ് പ്രവർത്തനത്തിന്റെ ശക്തി കൊണ്ട് ചെമ്പ്രശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താ റമദാനിന്റെ മുമ്പ് വിനീതനായ ഞാൻ അവിടെ ഒരു മുഖാമുഖത്തിന് പോയിരുന്നു. തനിച്ച മുജാഹിദാണ് ഇയാള്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അവര് പഠിപ്പിക്കണ പുതിയ കണ്ണേറിന്റെ ചികിത്സയാണിത്. എന്നിട്ട് പറയട്ടെ. പിന്നിൽ നിന്ന് രോഗിയുടെ തന്റെ കൂടെ ഒഴിക്കുക. എന്ത്? ഒന്നും ചൊല്ലേണ്ടതായിട്ടില്ല. ഈ നെയ്യത്ത് വെക്കുന്നുണ്ടായി. ഒന്നും ചെല്ലണ്ട, നീയത്ത് ഉണ്ടായിരിക്കണം. നിസ്കാരത്തിന് നീയത്ത് വെക്കേണ്ടത് വിദ്യാർത്ഥി മുജാഹിദ് പറയാറില്ല. ഇതിന് നീയത്ത് ഏതായാലും വെക്കണം. നീയത്തൊന്നും ഇല്ലെങ്കിൽ ഇത് വിഷയം മുന്നോട്ട് പോകില്ല. മണത്തിട്ട് ആ വൈക്ക് അടുക്കുവോ? എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയിട്ട് കണ്ണേറ്റിട്ടുണ്ടെങ്കിൽ അതാണ് പോകും. അതല്ല, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ കണ്ണേറ്റിട്ടുണ്ടോ അതവിടെ നിൽക്കും. ഇതുകൊണ്ട് മുജാഹിദിന്റെ കണ്ണേറിന്റെ ചികിത്സയാണിത്. പഴയ തൗഹീദ് എന്താ? കണ്ണേറ് ശിർക്ക്. പുതിയ തൗഹീദ് 2007 തൗഹീദാണ് എന്ന് മാത്രമല്ല അതിന്റെ ചികിത്സയുടെ രൂപങ്ങൾ വരെയാണ് മുജാഹിദ് പറയുന്നത്. അങ്ങനെ പഴയ ശിർക്കുകളൊക്കെ തൗഹീദായി മാറുന്നു. പഴയ തൗഹീദാണ്, പഴയ ശിർക്കായിരുന്നു. നോക്കൂ, ഇസ്ലാഹി പ്രസ്ഥാനം ഇതിൽ പറഞ്ഞു മന്ത്രം ചികിത്സ അത് ശിർക്കാകുന്നു എന്നാ ഇതിൽ പറയുന്നത്. കേട്ടോളൂ. പഴയ തൗഹീദ് സക്കരിയ സലാഹി എന്ന് വിശദീകരിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താ സക്കരിയ സലാഹി പറയുന്നു? മന്ത്രം, കുന്ത്രം, കുതന്ത്രം എന്നൊക്കെ പറഞ്ഞ അയാൾ മന്ത്രത്തെ പരിഹസിക്കുന്നത് കേട്ടോളൂ. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാൻ ഇല്ലാ അൻസല ലഹു ദവാ. അല്ലാഹു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോവും, അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടത് കയ്യിൽ കെട്ടും. അല്ലെ? ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ട കടലാസെടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിൽ വരയും പോലെ തെലങ്കും പലങ്കും വരയുക, അലിഫ് ലാമ് അലിഫ് റാവ് എന്നൊക്കെ എഴുതുക. എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി മുളച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുഴിപ്പൊടിച്ചാലും അതന്നെ, ബാറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണം ഐക്കല്ലോ അതന്നെ. മുജാഹിദ് സ്ത്രീകൾക്കാണ്. കള്ളിങ്ങൾ വിഷയം മനസ്സിലാക്കണം, മറക്കരുത്. എന്നിട്ട് ബാക്കി കാളപൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ. പോത്തിന്റെ അരയിൽ അത്ര ഐക്കല്ല് കെട്ട എന്താ ഇയാൾ ഈ പറയണത്? പോത്തിന്റെ അരയിൽ ആരെങ്കിലും ഐക്കല്ല് കെട്ടുവോ? സഹോദരന്മാർ, ഒരു കഥയില്ല, എന്തെങ്കിലും അങ്ങനെ പറയാം. പിന്നെ കടലാസിൽ, എല്ലാ കടലാസിലും അലിഫുലാമ് അലിഫു ബാഗ് അലിഫുലാമ് അലിഫു ബാഗ് എന്ന ഇതില് അതൊരു പൊട്ടം പറഞ്ഞ മാതിരിയാണ്. മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളിക കൊടുത്ത് നോക്കി, കവറെല്ലാം തുറന്നു നോക്കി, ഒക്കെ വെള്ളക്കുളിക തന്നെ, എല്ലാം ഒന്ന് തന്നെയായിരുന്നു ഒരാൾ പണ്ട്. എന്ത് മാതിരിയുള്ള പൊട്ടത്തരാണ് അതിൽ എഴുതല് പലതുമാണ്. അത് ആര് എഴുതുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കണം. അല്ലാതെ അലിഫു ലാമ് അലിഫു ബാഗ് ഇങ്ങനെ കണ്ടിയിലൊക്കെ എഴുതി വെക്കലല്ല. മഹാപോഴത്തെ പറയുള്ളൂ. എന്നിട്ട് അത് വലിയ സംഗതിയായിട്ട് ഇങ്ങനെ വഹിച്ചെടുക്കുക ആളുകൾ. അപ്പൊ പഴയ കാലത്ത് മന്ത്രിക്കാൻ പാടില്ല, അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചവരായി ഇവർ. എന്നാ നിങ്ങൾക്കറിയോ, 2007 ശേഷം തൗഹീദ് മാറി. തൗഹീദ് മാറ്റിക്കൊണ്ട് പറഞ്ഞു കുട്ടികൾക്ക് അസുഖം ഉണ്ടാകുമ്പോ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കണം. കേട്ടോളൂ, പഴയ പുതിയ തൗഹീദ് വരട്ടെ. നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സെന്നൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തുൽ കുർസി ഊതി തടവി കൊടുത്ത കുട്ടി അങ്ങോട്ട് ഉറങ്ങും.
ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്താ. ഇതൊക്കെ ഖുറാഫാത്താണോ? ഞങ്ങളോട് ചോദിക്കണ്ട, മുജാഹിദുകളോട് ചോദിക്കണം. ഞങ്ങൾ അന്നേ പറഞ്ഞതാ, ഞങ്ങൾ ഉലമാക്കൾ ഇത് ഖുറാഫാത്തല്ല, ഇത് തൗഹീദാണ്, തെറ്റല്ല, ശിർക്കല്ല. ഇപ്പൊ മൂപ്പര് 2007 ചോദിക്കും അതൊക്കെ ഖുറാഫാത്താണോ, ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതല്ലേ? ഇതാ സഹോദരന്മാരെ മുജാഹിദുകളുടെ അവസ്ഥ. തൗഹീദ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഹാരിസ് ബിൻ സലീം എന്ന് പറയുന്ന യൂത്ത് നേതാവുണ്ട്. അയാൾ പറയാ മന്ത്രത്തെക്കുറിച്ച് ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾ ചിലപ്പോ ചോദിക്കും, എന്താ ചോദിക്കുക, ഒരു 19 കൊല്ലായിട്ട് നമ്മൾ മാറ്റിവെച്ച ഒരു ഏർപ്പാട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാണോ എന്ന് ചിലപ്പോ നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും. എന്നാ സംശയിക്കണ്ട, ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാകുന്നു. അപ്പൊ 50 കൊല്ലം മുമ്പ് ഈ ഹദീസ് വരണ്ടായതില്ലേ? അന്നത് ശിർക്കായിരുന്നു. ഇപ്പൊ 2007 മുജാഹിദുകൾ തൗഹീദ് മാറ്റിയപ്പോ മന്ത്രവും തൗഹീദിൽ പെടുത്തി. കേട്ടോളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹദീസിൽ വന്ന ഇസ്ലാമികമായ ചില മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ ഹദീസ് സ്വീകാര്യമായ ഹദീസുകൾ മാത്രമേ ഇവിടെ ഉദ്ധരിക്കുള്ളൂ. അതിലൊരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കാതിരിക്കാം, അത് 100% അതുപോലെ സ്വീകരിക്കാം. ഒരുപക്ഷെ ആളുകൾ ഇത് പറയുന്നവരെ പരിഹസിക്കും. ബുദ്ധി കൊണ്ട് മാത്രം ദീനിനെ മനസ്സിലാക്കിയ, ഹദീസുകളെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത, ദീനെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും അഗാധമായി വായിക്കാത്ത, പഠിക്കാത്ത ആളുകൾ എന്തൊക്കെ പുതിയ കുറെ പരിപാടികൾ ഇവിടെ പറയണു എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. ഹദീസുകളിലും പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് എന്റെ ഈ സംസാരം ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് പറയാനാണ് സത്യത്തിൽ ഇത്രയും നീണ്ട ഒരു മുഖവുര ഞാൻ ഇവിടെ പറയേണ്ടി വന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മുഖവുര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ, ഇസ്ലാമിലെ മന്ത്രങ്ങൾ എന്നാണ് വിഷയം. എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ, മന്ത്രം അതാ ഏർപ്പാടന്നെ പാടില്ല എന്നാണ് നമ്മൾ പറയാം. കാരണം അതൊക്കെ 50ഉം 60ഉം കൊല്ലം മുമ്പ് ഇവിടുത്തെ സുന്നികളും ഖുറാഫികളും നടത്തിയിരുന്ന പരിപാടി നമ്മളൊക്കെ ഒഴിവാക്കിപ്പോയതല്ലേ. നിങ്ങളിപ്പോ എന്താണ് അതിനെ തിരിച്ചു കൊണ്ടുവരികയാണോ പുതിയതായിട്ട് എന്നായിരിക്കും ഒരു പക്ഷേ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ അത് 19 കൊല്ലമായി നമ്മൾ മാറ്റിവെച്ചതല്ലേ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. അപ്പൊ 50 കൊല്ലമായിട്ട് ഇവർക്ക് ഒരു പരിപാടിയല്ലേ മന്ത്രത്തിന്റെ സംഗതി. അന്നതൊക്കെ ശിർക്കായിരുന്നു, അത് ബിദ്അത്തായിരുന്നു, അനാചാരായിരുന്നു. ഇപ്പോഴോ ഇപ്പൊ തൗഹീദായി. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ നിങ്ങളെ എറണാകുളം ജില്ലക്കാരനായ ഡോക്ടർ സുബൈർ ഉണ്ട്. അയാൾ ഈ മന്ത്രത്തിന്റെയും ജിന്നിന്റെയും സ്പെഷ്യലിസ്റ്റാണ്. അയാളാണ് പണ്ട് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം, ജിന്ന് കൂടും, അതുപോലെ നമ്മൾ മീൻ കഴുകിയ വെള്ളം ഒഴിക്കുമ്പോ ജിന്നുണ്ടാകും, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് വിപ്ലവകരമായ പ്രസംഗം നടത്തിയ ആളുകളാണ്. അയാൾ ഇപ്പൊ പറയുന്നു മന്ത്രചികിത്സ അത് വലിയ പുണ്യമുള്ളതാണ്, ഖുർആൻ ഓതി മന്ത്രിക്കണം. അപ്പൊ ഇത് പണ്ട് മുജാഹിദുകൾ അംഗീകരിച്ചതില്ല. മുജാഹിദുകൾ ഇപ്പൊ അടുത്താണ് ഇത് അംഗീകരിക്കാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹവുമായി നടത്തിയ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടോളൂ. ഇടയ്ക്ക് കുറച്ച് മറന്നു. അതായത് ഈ നമ്മുടെ ഈ ചില ആളുകൾക്ക് ഇങ്ങനെ ഈ പൈശാചികമായ ഉപദ്രവം ഉണ്ടായിട്ട് കൂക്ക് വിളിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന രോഗികളുണ്ടല്ലോ. അത്തരമൊരു രോഗികളെ സാറെ പോലുള്ള ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഭൗതികമായ എന്ത് വ്യാഖ്യാനം? അതിലെന്താ വെച്ചാൽ വാസ്തവത്തില് ഈ ഭൗതിക നിങ്ങളിപ്പോ നമ്മളെ ജീവിതത്തിൽ നിൽക്കുന്ന ഉറക്കമുണ്ടല്ലോ, ഉറക്കം എന്താണെന്ന് ഒരു ശാസ്ത്രം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ശാസ്ത്രത്തിന് ബന്ധപ്പെട്ടല്ല. അത് ഇങ്ങനെ ഒരു കൂക്ക് വിളിച്ചു വന്നു കഴിഞ്ഞാല് തലച്ചോറിനെ തളർത്തുന്ന മരുന്ന് കൊടുത്ത് മയക്കി കിടത്താന്നല്ലാതെ അതിന്റെ രോഗത്തിന്റെ അടിസ്ഥാന കാരണം ചികിത്സിക്കാൻ സാധ്യമല്ല. എന്താണെന്ന് അറിയില്ല. ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോ മാനസികരോഗങ്ങൾ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാന്നുള്ള ഡോക്ടറിയാണ്. ഒരാൾ മാനസികരോഗിയായാലും പിന്നെ ജീവിതകാലം മുഴുവൻ മാനസികരോഗിയായിട്ട് അങ്ങനെ മരുന്ന് കഴിച്ചാൽ മരുന്നിന്റെ ഇതില് ഇതില് തളർച്ചയില് ഒന്നില്ലായാലും മാനസികരോഗിയായ അതിന്റെ ക്ഷീണായിരിക്കും, അല്ലെങ്കിൽ മരുന്നിന്റെ ക്ഷീണായിരിക്കും. എന്തിലൊന്നായിട്ട് പുരാണിക ചികിത്സ അതിന് ഫലപ്രദമുള്ളൂ. കാരണം മറ്റ് ഇതെന്ന് പറഞ്ഞാൽ തൽക്കാലം ആളെ മയക്കി കിടന്നത്. ഏത് പറഞ്ഞ ഇപ്പൊ ഒരു ബ്രേക്ക് പൊട്ടിയ വണ്ടിയെ നിർത്താൻ വേണ്ടി നമുക്ക് കുറച്ച് കല്ലും മണലൊക്കെ വേണേൽ റോഡിലെത്തിയിട്ട് ആ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഇതൊന്നല്ലാതെ അടിസ്ഥാന കാരണം മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അല്ല, ഇപ്പൊ ഖുർആൻ ചികിത്സ എന്ന് പറഞ്ഞാല് ഇപ്പൊ സക്കിര സാറായ പോലെ പറയുന്നുണ്ട്, ആയത്തുൽ കുർസി ഊതിയാൽ കുട്ടികളുടെ ശമനം കിട്ടും, ഇങ്ങനെ ഓരോ വിഷയത്തില്. അതുപോലെ വല്ല മന്ത്രിക്കാണോ ഉദ്ദേശിക്കുന്നത്? മന്ത്രിക്കാം. ഖുർആനിലെ ആയത്തുകൾ, ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ ഓതി രോഗികൾ ഊതുക. അല്ല, അതന്നല്ലേ ഇപ്പൊ ഈ സുന്നികളിലും പലരും ചെയ്യുന്നതിനല്ലേ? അല്ല, സുന്നികളിൽ ചെയ്യുന്ന പറഞ്ഞാൽ അതിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്.
ഇപ്പൊ നൂല് മന്ത്രിച്ച് കിട്ടുക, ഏലസ് കിട്ടുക, ഇതുപോലത്തെ കാര്യത്തിൽ ഇല്ല, അതൊന്നും വേണ്ട, വെറുതെ മന്ത്രിക്കാം, കുഴപ്പമില്ല. ചെയ്യാലോ. അത് ചെയ്യാം. മാത്രമല്ല ഊതണമല്ലോ, ഊതുന്നത് എഫക്റ്റീവാണ്. ഊതുന്നത് എഫക്റ്റീവാണ്. എന്താ പിന്നെ ശാസ്ത്രമല്ലേ പറയണത്? അതായത് ഇപ്പോ ജാഹിലിയ കാലത്തെ മന്ത്രം പോലും ശിർക്കില്ലെങ്കിൽ ചെയ്യാവുന്ന റസൂൽ അനുവദിച്ചതാണ്. ഊത്തിലെന്തോ ഒരു തകരാറുണ്ട്. അല്ലല്ല, ഊത്ത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കാസറ്റ് കേൾക്കുമ്പോ എഫക്റ്റീവ് അല്ല എന്ന് ഇപ്പൊ മുജാഹിദ് പ്രസിദ്ധീകർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് കാരണം ഊതുമ്പോ ഉള്ള എഫക്ട് കാസറ്റ് കേൾക്കുമ്പോൾ ഉണ്ടാവില്ല. അല്ല, അങ്ങനെ മന്ത്രിച്ചു പോകുന്ന ഏതെങ്കിലും മൗലവിമാർ മുജാഹിദ് പണ്ഡിതന്മാർ ഇപ്പൊ കേരളത്തിലുണ്ടോ? മുജാഹിദ് പണ്ഡിതന്മാര് ഇത് അംഗീകരിക്കുന്നവരല്ലോ. ഇതിപ്പോ റുക്കിയ മന്ത്രം തന്നെ ശരിക്ക് ഒരു ജനറലായിട്ട് അംഗീകരിച്ചു വരുന്ന അടുത്ത കാലത്താണ്. ജനറലായിട്ട് അംഗീകരിച്ചപ്പോ അടുത്ത കാലത്താണ്. 2007 തൗഹീദ് 2007 അത് അംഗീകാരം തുടങ്ങി. അതിനു മുമ്പ് ശിർക്കായിരുന്നു. മുജാഹിദിന്റെ നേതാവാണ് ഈ പറയുന്നത്. അതായത് പരിഭാഷയിലൊക്കെ മന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അൽമനാറിലോ ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഖുർആൻ ഓതി മന്ത്രി ചികിത്സിക്കുന്ന ഒരു രീതി കേരളത്തിൽ മുജാഹിദുകൾ സ്വീകരിച്ചിട്ടുള്ള അടുത്ത കാലത്ത് അതുപോലെ തന്നെ പിശാച് ബാധ, സിഹർ പോലുള്ള കാര്യങ്ങളിൽ അബദ്ധമായ വിശ്വാസമാണ് പ്രത്യേകം. പിശാച് ജിന്ന് കാര്യങ്ങളിലൊക്കെ അബദ്ധ വിശ്വാസം പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ അടുത്ത മുജാഹിദ് തൗഹീദിലേക്ക് വന്നത് നോക്കുങ്ങള്. സഹോദരന്മാരെ, ഇങ്ങനെ ഓരോന്നോരോന്ന് നേരത്തെ ശിർക്കായിരുന്നത് തൗഹീദായി പ്രഖ്യാപിക്കുകയാണ്. ഇനി നിങ്ങൾ കണ്ടോളൂ, പഴയ തൗഹീദ് അനുസരിച്ച് ജിന്ന് ബാധ ശിർക്കായിരുന്നു. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സക്കരിയ സലാഹിയെ ഉദ്ധരിക്കാം. അയാൾ ആദ്യം പറഞ്ഞത് കേട്ടോളൂ, ജിന്ന് ബാധ, ജിന്ന് കൂടുക, ജിന്ന് ഹാജരാകുക എന്നൊരു സംഗതിയില്ല, അത് ശിർക്കാകുന്നു. കേട്ടോളൂ. ഇനി വേറെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളെ ദേഹത്താണ് ജിന്ന് കൂടുക. എന്നിട്ട് ശൈത്താൻ കൂടുകയെന്നാ പറയാ. എന്നിട്ട് ശൈത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്തം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്കുക, ശൈത്താൻ ഇളകണവും കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്തത്? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെല്ലോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. കണ്ടോ, ഇതൊരു തട്ടിപ്പാണ്. അങ്ങനെ ശൈത്താൻ കൂടുക, ജിന്ന് ഹാജറാകുക എന്ന സംഗതിയില്ല. പഴയ തൗഹീദാണ്. 2007 മുജാഹിദുകൾ ഈ തൗഹീദ് മാറ്റി. എന്നിട്ട് പറഞ്ഞു, ജിന്നുകൾ മനുഷ്യരിൽ ഹാദിറാകും, ജിന്നു കൂടും. വല്ലിപ്പാന്റെ രൂപത്തിലൊക്കെ ജിന്ന് വരും, മരിച്ചോല രൂപത്തിൽ ജിന്ന് വരും. ഷംസുദ്ദീൻ മൗലവി പാലത്ത് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ, KNM വിഭാഗത്തിൽ പ്രമുഖനായ മൗലവി പറയുന്നത് കേട്ടോളൂ. ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനോട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ വിവിധ രൂപത്തിൽ ജിന്നുകൾ ഹാദിറാകും. 2002 പിരിഞ്ഞുപോയ മടവൂർ ഗ്രൂപ്പുകാർ പറഞ്ഞു, ജിന്ന് ഹാദിറാകൂല, മനുഷ്യ ശരീരത്തിൽ കടക്കൂല, ഓലാകുമ്പോ തന്നെയുള്ളത്. അപ്പൊ സക്കരിയ സലാഹി അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, കടക്കൂല എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? മനുഷ്യരിൽ പിശാച് കടന്ന് വസ്വാസം ഉണ്ടാക്കും. അയാൾ പറയുന്നത് കേട്ടോളൂ. അവൻ ശരീരത്തിൽ കടക്കൂലെങ്കിൽ സുദർ എവിടെ? മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നു. മടവൂരിയാൾ ദുർമന്ത്രമൊക്കെ രണ്ടടിപ്പുറത്തിന് പോസ്റ്റ് ചെയ്യല. അവിടെ നിൽക്ക് മദനിയെ, ഒരു ദുർമന്ത്രം. സുല്ലമി അവിടെ നിൽക്ക്, ഒരു ദുർമന്ത്രം. ഇങ്ങനെ വിടില്ല തന്നെ. ഉളുപ്പുണ്ടോ ശരീരത്തിൽ കടക്കൂലാരെ? അതാ ഇതേ ആണെന്നേ പറഞ്ഞത് നേരത്തെ കടക്കൂലാന്ന്. നോക്കണങ്ങൾ, ഈ ഉളുപ്പുണ്ടോന്ന് ചോദിക്കല് മൂപ്പരോട് തന്നെയാണ്. ഇവരുടെ തൗഹീദിന്റെ അവസ്ഥയാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ജിന്ന് കടക്കുന്നു എന്ന് മുജാഹിദ് പുതിയ തൗഹീദ് കണ്ടെത്തി. എന്നിട്ട് ഇതിനുള്ള ചികിത്സ എന്താ? മുജാഹിദുകൾ പല ജാതി ചികിത്സകളും നടത്താൻ തുടങ്ങി. എന്തൊക്കെ? മുജാഹിദിന്റെ സംസ്ഥാന നേതാവ് അഹമ്മദ് അലി മദനി സംസ്ഥാന കൌൺസിലിൽ വെച്ച് പ്രസംഗിച്ചു. ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ, മുജാഹിദ് പള്ളികളുടെ ഓരോ പള്ളികളിലും ജിന്ന് ക്ലിനിക്കുകൾ ആരംഭിക്കണമെന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മുജാഹിദ് മൗലവിമാർ വരെ ആവശ്യപ്പെടാൻ തുടങ്ങി. എല്ലായിടത്തും ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ വേണം. മൗലവിമാർ പറഞ്ഞതാ. കാരണം മുജാഹിദുകൾ ജിന്ന് ചികിത്സകൾ തുടങ്ങി. എന്തൊക്കെ ചികിത്സ? അബ്ദുൽ ലത്തീഫ് മൗലവി അത് വിശദീകരിക്കുന്നത് കേട്ടോളൂ. മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറിക്കൂടുമെന്നും കേവലം ശാരീരികമായ ചികിത്സകൾ കൊണ്ട് മതിയാവില്ല, അതിന് ആത്മീയമായ ചികിത്സകൾ വേണം. അത് വടികൊണ്ടുമാവാം. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം.
ഇൽമത്രണ്ട് നമ്മൾ അത് ആക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് സ്ഥലത്ത് രണ്ട് ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാസ്ഥ്യം കാണിച്ചു. അവരെ ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലുമല്ല. കാരണം എന്താ? സ്കൂളും കഴിഞ്ഞിട്ടില്ല, മദ്രസയും കഴിഞ്ഞിട്ടില്ല. അതുങ്ങൾ കഴിയണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കുകയാണ്. എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ഇങ്ങനെ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു, ഈ വിരലിന്മേലാണ് ജിന്ന്. ഈ വിരലിന്മേലാണ് ജിന്ന്. ഇനി എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടതുകൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടു. തീർന്നില്ല. തൊട്ടടുത്തുടനെ ഇടവണ്ണയിലെ മുണ്ടയങ്കരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറി. ബാക്കി പറയണ്ടല്ലോ. ബാക്കി പറയണ്ട. വളരെ മോശം പരിപാടിയല്ലേ? ജിന്ന് ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ മലർത്തി കിടത്തിയിട്ട് മൗലവി കാലിന്റെ മുകളിൽ കയറി നിൽക്കുക. ഇതൊക്കെ പല ചികിത്സ. മുജാഹിദുകൾ ജിന്ന് ചികിത്സകൾ, അടി ചികിത്സകൾ തുടങ്ങി. വേറൊരു ഗ്രൂപ്പ് ചികിത്സിച്ചത് എങ്ങനെ അറിയോ? മന്ത്ര ചികിത്സകളാ. ഖുർആൻ തെറാപ്പി എന്നാ ഒരു ഇതിന് പേരിട്ടത്, ഖുർആൻ തെറാപ്പി. എന്നിട്ടോ ആ മന്ത്ര ചികിത്സ മുജാഹിദുകൾ പലരും ചെയ്തു. ഇപ്പൊ മുജാഹിദ് അല്ലിച്ചില്ലിയായി 5, 8, 10 കഷ്ണങ്ങളായി മാറിയപ്പോ ഓരോ ഗ്രൂപ്പും പറയാ, നിങ്ങളും ചികിത്സ നടത്തിയില്ലേ? അപ്പൊ മറ്റൊരു ചോദിച്ചാൽ നിങ്ങൾ ചികിത്സിച്ചില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുക. അപ്പൊ മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പ് സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞു, സക്കരിയ സലാഹി ജിന്ന് ചികിത്സ നടത്തിയിട്ടുണ്ട്. അപ്പൊ അയാളോട് അതിനെ കുറിച്ച് ചോദിച്ചു, നിങ്ങൾ ജിന്ന് ചികിത്സ നടത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ സക്കരിയ സലാഹി നടത്തിയ ജിന്ന് ചികിത്സ മൂപ്പരന്നെ പറയുന്നത് കേട്ടോളൂ. അത് ചോദ്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളുടെ അടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടെ നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. അപ്പൊ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന് കേഫിന് CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ വന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി. ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക. അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓരി നിൽക്കാതെ വല്ല ശൈത്താൻ എന്റെ ദേഹത്ത് കയറുന്ന ആൾക്ക് മൂപ്പര ചികിത്സയുടെ പേടിയുണ്ടോ? ഓന്റെ ശൈത്താൻ എന്റെ മേത്തേക്ക് വരേണ്ടതിന് മൂപ്പര ആയത്തിൽ കുറിച്ച് ഓതിയിരിക്കുകയാണ്. നോക്കണങ്ങള് ഇത് പറയട്ടെ. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവന് എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ്, എനിക്ക് നെഞ്ചെടുപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി. ഒന്നും നിൽക്കുന്നില്ല. ഇവൻ ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അതെല്ലാം കൂടി കെട്ടിമറിഞ്ഞു. ഓന്റെ ലാപ്ടോപ്പിന്റെ ആ സംഗതി എല്ലാം നഷ്ടപ്പെട്ട് ആകെ ബേജാറായി. ഇപ്പൊ ജിന്ന് ചികിത്സ നടത്തി നോക്കിയതാ, നടത്തിയ കോലാപ്പ ഇത്. എല്ലാരും ചികിത്സ നടത്തി സഹോദരന്മാരെ. അപ്പൊ സക്കരിയ സലാഹിയെ ആക്ഷേപിച്ചപ്പോ സക്കരിയ സലാഹി ഇതിന്റെ വിശദീകരണം പറഞ്ഞതാ. എന്നിട്ട് സക്കരിയ പറഞ്ഞു, ഞാൻ മാത്രമല്ല നടത്തിയത്, എന്നെ വിമർശിക്കുന്ന എതിർക്കുന്ന അനസ് മൗലവി നടത്തിയിട്ടുണ്ട്. കേട്ടോളൂ സക്കരിയ പറയുന്നത്. അനസ് മൗലവിന്റെ ജിന്ന് ചികിത്സ എന്ന് വെച്ചുകൊടുത്താത്തതുകൊണ്ട് ഇപ്പൊ അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ? സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്?
അനസ് മൗലിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു. ഞാൻ ഇനി കുറച്ചും കൂടി പറയും. പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീകൾ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തോലൊന്നല്ല, ഹാഫിലീങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലിനോട് പറഞ്ഞേക്ക് കേട്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂന്നാക്കിയിട്ട് സക്കരിയാസലായി അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ ഇസ്ഹാഖ് അലി, മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയത്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസ്. എല്ലാരും ഉണ്ട്. മൂപ്പര് ജിന്നിറക്കിയ കേസ് ഒന്ന് കേട്ടോളൂ. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണിന്റെ അവിടെ തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക, ജിന്ന് ചികിത്സ. അതിലാരുണ്ട്? ബഹുമാനപ്പെട്ടു പോയ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ട് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി. മൂപ്പരിങ്ങനെ പറയാ, ആരാണ് നീ, എന്തിനാണ് വന്നത്, പോകണം പോകണം. അപ്പൊ ഈ പെണ്ണിങ്ങനെ പറയാത്രേ, സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കല്ലേ രോഗിയായ പെണ്ണെ ഇവരോട് പറയാ, നീ സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കുകയാണില്ലേ, നോളങ്ങനെ മരത്തിൽ കടത്തിയിട്ടല്ലേ പോകണം ഇറങ്ങണം വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ രോഗിയായ സ്ത്രീ ഇയാളോട് ചോദിക്കണത് പറയുന്നത് ചെയ്താനാണ്. ബാക്കി പറഞ്ഞത് ഞാൻ പറയില്ല. ഉറപ്പായത് ചിന്നാണ്. ആര്? ഹജ്ജിന് പോയ ആളുകൾ പറഞ്ഞതാ. തെളിവാണെങ്കിൽ ഞാൻ ഹാജരാക്കും. വേണ്ട തെളിവൊന്നും വേണ്ട, അതന്നെ മതി. നിങ്ങളെന്താ ഈ മൗലവി പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ തെളിവല്ലേ. സഹോദരന്മാരെ, മുജാഹിദുകളെ ജിന്ന് ചികിത്സക രൂപമാണിത്. ഞാൻ പറയുന്നത് നേരത്തെ ഷിർക്കായിരുന്നു, ഇപ്പൊ തൗഹീദായി. ഒരുപാട് കാര്യമുണ്ട്. അദൃശ്യമറിയൽ, ബറക്കത്തെടുക്കൽ, എല്ലാ കാര്യങ്ങളും ഞാൻ അതെല്ലാം കൂടി പറയുന്നില്ല. ഞാൻ 2012 തൗഹീദിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ പഴയ തൗഹീദാ. 2012 പുതിയ തൗഹീദ് സംഭവ വികാസം അറിയാനുള്ള ജിജ്ഞാസ നിങ്ങൾക്കുണ്ടാകും. അതാണ് ഇനി ഞാൻ പറയുന്നത്. പഴയ തൗഹീദ് അനുസരിച്ച് ഇതാ ഈ പുസ്തകത്തിൽ പറഞ്ഞു, ആരെ ജിന്നുകളെ മലക്കുകളെ വിളിക്കാൻ പാടില്ല, അമ്പിയാക്കളെ വിളിക്കാൻ പാടില്ല. 2007 മുജാഹിദുകൾ തൗഹീദ് മാറ്റിയപ്പോ അവർ പറഞ്ഞു, എന്തു പറഞ്ഞു? ജിന്നുകളെ വിളിക്കാം, മലക്കുകളെ വിളിക്കാം. അവരുടെ ഇസ്ലാഹ് മാസികയിൽ, ഞാൻ വെറുതെ പറയുന്നതല്ല, പച്ചയായി അവർ എഴുതി വെച്ചു, അങ്ങനെ വിളിക്കുന്നത് ശിർക്കല്ല. കേട്ടോളൂ, 2007 വരെ ശിർക്കായിരുന്ന കാര്യം 2007 തൗഹീദാകുന്നു. അവർ എഴുതി, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതോ തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. 2007 തൗഹീദ്, 2007 മുമ്പ് ശിർക്ക്. ഇത് രാത്രി. ഇനി പകലോ? മുജാഹിദുകൾ എഴുതി, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന് ബ്രാക്കറ്റിൽ, എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ തേട്ടം അതിനില്ല. അതായത് അത് ശിർക്കല്ല. മുജാഹിദുകൾ ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ ലക്കത്തിൽ പച്ചയായി എഴുതി. സുന്നികളായ നമ്മുടെ പ്രബോധകന്മാരും പ്രവർത്തകന്മാരും വെറുതെ നിന്നില്ല. അവർ ഇവരെ നെഞ്ചിന് തറക്കുന്ന ചോദ്യങ്ങളുമായി ഇറങ്ങിത്തിരിച്ചു. എന്തായിരുന്നു? 2007 വരെ നമ്മുടെ ഉലമാക്കൾ തെളിവ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണിത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇദാ അസ്വാബതുകും അർജത്തുൻ ബി അർളി ഫലാത്തിൻ ഫൽയുനാദി യാ ഇബാദല്ലാഹി അഈനുനി. വിജനപ്രദേശത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ, ആരും സഹായിക്കാനില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, യാ ഇബാദല്ലാഹി അഈനുനി, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, അള്ളാഹുവിന്റെ അടിമകളെ, എന്നെ നിങ്ങൾ സഹായിക്കണേ
എന്ന് നിങ്ങൾ വിളിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ ഹദീസ് നമ്മുടെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഇസ്തിഗാസക്ക് തെളിവ് പറഞ്ഞിരുന്നതാണ്. 2007 വരെ മുജാഹിദുകൾക്ക് അത് ശിർക്കായിരുന്നു. 2007 അത് തൗഹീദാണെന്ന് പച്ചയായി എഴുതി. അപ്പൊ സുന്നികൾ വെറുതെ ഇരുന്നില്ല, ചോദിച്ചു. അതേ ജിന്നുകളെ വിളിക്കൽ, മലക്കുകളെ വിളിക്കൽ തൗഹീദാണ്, ശിർക്കല്ല എന്ന് നിങ്ങൾ മാറ്റിയ സാഹചര്യത്തിൽ ഞങ്ങൾ ചോദിച്ചോട്ടെ, ആ ജിന്നുകളെക്കാളും ആ മലക്കുകളെക്കാളും ശറഫുള്ള, ബഹുമാനമുള്ള, അവരെക്കാൾ മഹത്വമുള്ള ആരംഭ റസൂലുള്ളാഹി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് എങ്ങനെയാണ് ശിർക്കാവുക? അത് തൗഹീദിന് പുറത്തു പോകുമോ? ജിന്നുകളെ വിളിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ 2007 പുതിയ തൗഹീദായി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നത് കൂടി തൗഹീദാണെന്ന് മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അഹ്ലുസുന്നയുടെ പ്രബോധന പ്രവർത്തനം നമ്മൾ ശക്തിപ്പെടുത്തിയപ്പോ മുജാഹിദുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. 2005 കൊല്ലം അവർ ദുർവ്യാഖ്യാനിച്ച് പലതും പറഞ്ഞു നോക്കി. മൗലവിമാര് പറഞ്ഞു ശിർക്കല്ല, ശിർക്കല്ല. സുന്നി ചോദ്യങ്ങൾ വരുമ്പോഴും അവർ പറഞ്ഞു ശിർക്കല്ല. അനസ് മൗലവി പറയുന്നത് കേട്ടോളൂ, ഇന്ന് ശിർക്കാണ് എന്ന് പറയുന്ന അനസ് മൗലവി അന്ന് പറഞ്ഞത് കേട്ടോളൂ, ശിർക്കല്ല, ശിർക്കല്ല. പറയട്ടെ, അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. കണ്ടോ, ശിർക്കല്ല. അന്ന് അവർ ന്യായീകരിച്ചു നോക്കി. സുന്നികളുടെ ചോദ്യ ശരങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 2012 മുജാഹിദുകൾ വീണ്ടും യോഗം ചേർന്നു. യോഗം ചേർന്നിട്ട് തൗഹീദ് മാറ്റി. അവർ പറഞ്ഞു ഇനി മുതൽ അത് ശിർക്കാകുന്നു. മൂവാറ്റുപുഴയിൽ നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ വെച്ച് അത് ഉറക്കെ പ്രഖ്യാപിച്ചു മുജാഹിദ് നേതാവ് ഹനീഫ മൗലവി കായക്കുടി. കേട്ടോളൂ, സുന്നി പക്ഷത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചു. യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ, വിജനപ്രദേശത്ത് വെച്ച്